Hi friends, non-destructive ടെസ്റ്റിങ്ങിൻ്റെ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ NPI എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ മെക്കാനിക്കൽ ബ്രാഞ്ചിൻ്റെ 5ാമത്തെ സെമസ്റ്ററിലെ മൊഡ്യൂൾ 3 ആണ്. NDT എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 3 ആണ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ. നമുക്കറിയാം നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൻ്റെ പല മെത്തേഡുകൾ നമ്മൾ പഠിച്ചു. വിഷ്വൽ ഇൻസ്പെക്ഷൻ, ലിക്വിഡ് പെനിട്രൻ്റ് ഇൻസ്പെക്ഷൻ, അതുപോലെ തന്നെ മറ്റൊരു ഇൻസ്പെക്ഷനാണ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് സ്പെസിമെനെ എടുക്കുന്നത്, ആ സ്പെസിമെന് യാതൊരു തരത്തിലുള്ള ഡിസ്ട്രക്ഷൻസും ഉണ്ടാകാതെ ടെസ്റ്റ് നടത്തുന്നതിനാണ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടെസ്റ്റിംഗ് മെത്തേഡാണ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ്. മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിങ്ങിൻ്റെ ഒരു ബ്രീഫ് പറഞ്ഞിട്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ്, അതിൻ്റെ പ്രിൻസിപ്പിൾ അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ പ്രിൻസിപ്പിൾ ഓഫ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ ഈസ് ദാറ്റ് സ്പെസിമെൻ ഈസ് മാഗ്നറ്റൈസ്ഡ് സോ ആസ് ടു പ്രൊഡ്യൂസ് magnetic lines of force, that is magnetic flux, in the material. These lines of force get interrupted whenever there is a flow or discontinuity. ശ്രദ്ധിക്കുക, ഏത് സ്പെസിമെൻ ആണോ നമ്മൾ എടുക്കുന്നത് അതിനെ ഒന്ന് മാഗ്നറ്റൈസ് ചെയ്യും. അതിനെ മാഗ്നറ്റൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനുള്ളിലേക്ക് മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് ആ മെറ്റീരിയലിലേക്ക് കടന്നു പോകും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡിസ്കണ്ടിന്യൂറ്റി, അതായത് ഈ പറയുന്ന ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, ക്രായ്ക്ക് അതുപോലുള്ള ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻറ്ററപ്റ്റ് ആവും. അങ്ങനെ നമുക്ക് ഈ പറയുന്ന ആ സ്പെസിഫിനകത്ത് എന്തെങ്കിലും ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. ഈ പറയുന്ന സ്പെസിമെൻ്റെ മുകളിലേക്ക് നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് സ്പ്രിങ്കിൾ ചെയ്യുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന ഫ്ലോസോ ഡിസ്കണ്ടിന്യൂറ്റീസോ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് വളരെ സിമ്പിളായിട്ട് എന്താണ് MPI അല്ലെങ്കിൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനകത്ത് ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലകത്തേക്ക് വരണം. ഈ ഒരു ഫിഗർ നിങ്ങൾ വരച്ചു വെക്കണം. തുടർന്ന് നമ്മൾ അതിൻ്റെ റിയൽ ലൈഫിൽ എങ്ങനെയാണ് അത് കാണുന്നതെന്ന് ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ വീഡിയോ നമുക്ക് കാണാം. So what we're going to do is we're going to demonstrate the proper technique to perform magnetic particle testing through a layer of paint on a component. Typical applications from ASTM E709 is a particular standard that we're working to, the American Standard Testing of Materials, and it doesn't allow you to test through paint. You need to test through uncoated surfaces. You're allowed 1 or 2 mils of paint, and then that would be acceptable. But if it's a special application like this particular component has about 16 mils of paint on it. So in order to test through this, you need to be able to demonstrate that you can find the particular anomalies that you're looking for and demonstrate the technique. So this is a magnetic particle yoke. We're going to start over here. One of the things that we teach our technicians is the proper technique to applying the particles. As you apply the particles, you want to actually just float them on. You don't want to dump them on with a can such as that. You just want to be able to lightly float the particles on. And the same thing with a puffer. When you blow the particles away, you want to be a little tender and a little sensitive and make sure that you have the right technique. So we're going to move down across the plate, making sure that we have overlap. So I make sure that I test 100% of this particular component. I don't see anything there. I'm going to move down again. And as I apply this here, we actually start to see the formation of an indication along the toe of the weld. That happens to be about a 2-inch long crack in the heat affected zone. So as I talked about before, that it's important to know the techniques and the proper technique of blowing the particles off, because if I use too much force, especially on a painted plate as opposed to an unpainted plate, I can actually blow the particles away and you no longer see the crack. So again, it's important to have the proper technique in floating the particles on and watching them form, and then also the proper particle removal with the blower.
This method is used to detect surface and subsurface discontinuities in ferromagnetic substances. This is also used to test the weld works. The component which is to be tested is cleaned first. After cleaning, the specimen can be magnetized either by direct magnetization or by indirect magnetization. Direct magnetization occurs when electric current is passed directly through a specimen to produce a magnetic field. In indirect magnetization, magnetic field is applied by using a strong external magnetic field without passing current through the specimen. Indirect magnetization can be done by using permanent magnets or electromagnets. Since magnetic fields in permanent magnet cannot be varied, electromagnets are preferred usually for testing. Electromagnet consists of coil of wires through which current is supplied to produce magnetic field. The amount of magnetic field produced depends on amount of current passed through the coil. Magnetic flux is created is used to detect the flaws in the specimen. This flux lines running along the surface will deviate from the path if it approaches a crack. Fine magnetic particles are applied to the surface of specimen for visible indication of cracks. These fine magnetic particles are attracted to the area of flux deviation, creating a visible indication of flaw. Simplicity of operation is the main advantage of magnetic particle testing. Major disadvantage of this method is that it is restricted to ferromagnetic substance, surface, or near surface floors. Thus, you have learnt about magnetic particle testing and their advantages and disadvantages. ഇനി അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കി, പറയുന്ന മെത്തേഡ് എന്താണെന്ന് നമുക്കിപ്പോൾ വ്യക്തമായിട്ടും മനസ്സിലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിങ് എന്താണെന്ന് ഡീപ്പായിട്ട് പഠിക്കുന്നത് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ പലതരത്തിലുള്ള മെറ്റീരിയൽസിനെ കുറിച്ച് അറിയണം. ഫെറോമാഗ്നറ്റിക് ഉണ്ട്, പാരാമാഗ്നറ്റിക് ഉണ്ട്, ഡയാമാഗ്നറ്റിക് ഉണ്ട്. ഈ പറയുന്ന MBI എന്ന് പറയുന്ന മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫെറോമാഗ്നറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിന് അല്ലെങ്കിൽ മെറ്റീരിയൽസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫെറോമാഗ്നറ്റിക് എന്താണെന്ന് ചോദിച്ചാൽ മാഗ്നറ്റുമായിട്ട് സ്ട്രോങ്ലി അട്രാക്റ്റ് ആകുന്ന മെറ്റീരിയലാണ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് മാഗ്നറ്റൈസ് ആവും. പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ അത് വീക്ക്ലി അട്രാക്റ്റഡ് ബൈ ദ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അതിനെ നമുക്ക് ഒരിക്കലും മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഡയമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ അത് റിപ്പൽ ചെയ്യും. ഓക്കെ, ഒരിക്കലും അതിനെ മാഗ്നറ്റൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ടെസ്റ്റ് നടത്തുമ്പോൾ മെറ്റീരിയലൊക്കെ ഫെറോമാഗ്നറ്റിക് ആയിരിക്കണം. അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കണം. ഇനി അടുത്തത് ബേസിക് ഫിസിക്സ് ഓഫ് മാഗ്നറ്റിസമാണ്. അപ്പോൾ ഇതിനകത്ത് ചില പർട്ടിക്കുലർ ടേംസ് നമ്മൾ ഡീൽ ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ടേംസ് എല്ലാം ഏകദേശം ഒരു 3ഓളം ടേംസ് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ 3ഓളം ടേംസ് എന്താണെന്ന് ഈ പറയുന്ന എക്സാമിന് ഓറിയൻറ്റഡ് ആയിട്ട് ചില പക്ഷേ ചോദിച്ചേക്കാം. പൊളാരിറ്റി, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, ഈ പറയുന്ന 3 ടേംസാണ്. +2 ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. വളരെ സിമ്പിൾ എക്സ്പ്ലനേഷൻ തന്നെ നമുക്കിവിടെ കിട്ടും. എന്താണ് പോളാരിറ്റി? നോർത്ത് പോള് സൗത്ത് പോള് തരംതിരിക്കുന്നതിനാണ് പൊളാരിറ്റി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റോഡ് മാഗ്നറ്റൈസ് ചെയ്തിട്ട് അതിൻ്റെ സെൻട്രലിൽ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എർത്തിൻ്റെ നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കും ഇത് പോയിൻ്റ് ചെയ്യപ്പെടും. അതിന് പറയുന്നതാണ് ഈ പറയുന്ന പൊളാരിറ്റി എന്ന് പറഞ്ഞ പോൾസ് കറക്റ്റായിട്ട് പോകുന്നതിനാണ് നമുക്ക് പൊളാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തേതാണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ദാറ്റ് വൺ ബോഡി ഹാസ് അപ്പോൺ അനദർ. സെയിം പോൾസ് എന്ത് ചെയ്യും? റിപ്പല്ലാവും. ഓപ്പോസിറ്റ് പോൾസ് അട്രാക്റ്റ് ആവും. അതാണ് അതിൻ്റെ കാര്യം. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആൻ ഏരിയ അറൗണ്ട് എ മാഗ്നറ്റ് ഇൻ വിച്ച് മാഗ്നറ്റിക് ഫോഴ്സ് ഒബ്സർവ്. അതായത് ഈ പറയുന്ന മാഗ്നറ്റിക് ഫോഴ്സ് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ആ പറയുന്ന മാഗ്നറ്റിന് സറൗണ്ടിങ് ആയിട്ടുള്ള ഏരിയയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഏരിയ അറൗണ്ട് എ മാഗ്നറ്റ് ഇൻ വിച്ച് മാഗ്നറ്റിക് ഫോഴ്സ് ആർ ഒബ്സർവ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ആ എക്സ്പ്ലനേഷനൊക്കെ ഒന്ന് നോക്കിയിട്ട് മതി. പൊളാരിറ്റി, മാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ് വളരെ സിമ്പിളാണ് കേട്ടോ. ഇനി അടുത്ത പെർമിയബിലിറ്റി എന്ന് പറയുന്ന ടൈമാണ്. പെർമിയബിലിറ്റി ഈസ് ദ
case in with which a material can be magnetized, it is expressed by nu. It can be numerically represented by nu is equal to b by h. b എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്, h എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ആണ്. ഇനി ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്, മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്താണ്? ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ദ ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് മെഷർഡ് ഇൻ ഗോസ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സിമ്പിൾ ബി. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫോഴ്സ് എന്താണെന്ന് നോക്കുക. അടുത്തത് കൊറിസീവ് ഫോഴ്സ്, റിറ്റൻറ്റിവിറ്റി, ഹിസ്റ്ററിസിസ് ലൂപ്പ്, റെസിഡ്യുവൽ മാഗ്നറ്റിസം. ഓർക്കുക, ഇതൊക്കെ വളരെ സിമ്പിളാണ്. ജസ്റ്റ് അതിനകത്ത് തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് അതൊന്ന് വായിച്ചു നോക്കുക, സിമ്പിളായിട്ട് മനസ്സിലാവും. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഒരുപക്ഷെ ചില ടേംസൊക്കെ നിങ്ങൾക്ക് ചോദിച്ച റിറ്റൻറ്റിവിറ്റി എന്താണ്, ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്താണ്. ഹിസ്റ്ററിസിസ് ലൂപ്പൊക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന അതിൻ്റെ ഫിഗർ കൃത്യമായിട്ട് നമ്മൾ വരയ്ക്കണം. മിക്കവാറും ഇതിന് ചോദിക്കുന്നതാണ് ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്താണെന്നുള്ളത്. ടൈപ്സ് ഓഫ് റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് റെസിഡ്യുവൽ മാഗ്നറ്റിസത്തെ സാച്ചുറേഷൻ റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്നും ഐസോതെർമൽ റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്നും തരംതിരിക്കുന്നു. ഐസോതെർമൽ റെസിഡ്യുവൽ മാഗ്നറ്റിസത്തെ ഡീമാഗ്നറ്റൈസേഷൻ റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്നും AC ഡീമാഗ്നറ്റൈസേഷൻ റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്നും തരംതിരിക്കുന്നുണ്ട്. ഇനി അടുത്ത ഒരു പ്രധാന കാര്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷനാണ്. മെത്തേഡ്, അപ്പം അതിൻ്റെ ബേസിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 രീതിയിലുണ്ട്. മാഗ്നറ്റിക് ഫ്ലോ, കറൻറ്റ് ഫ്ലോ, ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഫ്ലോ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. പിന്നെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട മറ്റ് ഒരു ടേംസാണ് അല്ലെങ്കിൽ ഒരു പോർഷനാണ് മാഗ്നറ്റൈസേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഇതെന്ന് മനസ്സിലാക്കുന്ന ഏകദേശം ടെക്നിക്സ് ഉണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ടതാണ് ഹെഡ് ഷോട്ട് ടെക്നിക്ക്, കോയിൽ ഷോട്ട് ടെക്നിക്ക്, സെൻട്രൽ കണ്ടക്ടർ ടെക്നിക്ക്, മാഗ്നറ്റൈസേഷൻ യൂസിങ് മാഗ്നറ്റ്, മാഗ്നറ്റൈസേഷൻ യൂസിങ് യോക്ക്. ഏകദേശം 5ഓളം വരുന്ന മെത്തേഡ്സ്, മാഗ്നറ്റൈസേഷൻ ടെക്നിക്സ് നമുക്കവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ പറയുന്ന 5 മെത്തേഡ്സിനും 5 ഫിഗറുണ്ട്. ഓരോന്നിനും പർട്ടിക്കുലറായിട്ടുള്ള ഫിഗറുണ്ട്. ടോട്ടൽ വരുമ്പോൾ 5 ഫിഗറുണ്ട്. അതിൻ്റെ സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കുമ്പോൾ ഈ പറയുന്ന ഹെഡിങ് എഴുതുക, അതിൻ്റെ സിമ്പിൾ എക്സ്പ്ലനേഷൻ എഴുതുക, ഈ പറയുന്ന ഫിഗർ വരയ്ക്കുക. ഹെഡ് ഷോട്ട് ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തേതാണത്. ഹെഡ് ഷോട്ട് ടെക്നിക്കിനകത്ത് സർക്കുലർ മാഗ്നറ്റൈസേഷനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് കറൻറ്റ് ഈ പറയുന്ന അതിനകത്തു നിന്ന് പാസ് ചെയ്ത സമയത്താണ് നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു റൗണ്ട് ബാർ, 2 ഹെഡ്സ് തമ്മിൽ ഈ റൗണ്ട് ബാർ ഫിക്സ് ചെയ്ത് വെക്കും. ആ സമയത്താണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക്. അപ്പോൾ മാഗ്നറ്റിക് ലൈൻ ഫോഴ്സ് സർക്കുലേറ്റ് ചെയ്യപ്പെടും ഈ പറയുന്ന ബാറിന് ചുറ്റും. ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഈ പറയുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ സർക്കുലേഷൻ ഈ ബാറിന് ചുറ്റും വരുന്നതുകൊണ്ട് തന്നെ സർക്കുലർ മാഗ്നറ്റിസമാണ്. ഈ ഒരു പറയുന്ന പർട്ടിക്കുലർ ടെക്നിക്കിനാണ് ഹെഡ് ഷോട്ട് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടെക്നിക്കാണ് കോയിൽ ഷോട്ട് ടെക്നിക്ക്. കോയിൽ ഷോട്ട് ടെക്നിക്കിൻ്റെ ഫിഗറുണ്ട്, ഫിഗർ നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കേണ്ടതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോങ്റ്റിറ്റ്യൂഡിനലായിട്ടായിരിക്കും മാഗ്നറ്റൈസേഷൻ ഉണ്ടാകുന്നത്. ഈ പറയുന്ന കമ്പോണൻ്റ് കറണ്ട് കാര്യം കോയിലിനെ ലോങ്റ്റിറ്റ്യൂഡിനലായിട്ട് വെച്ചിട്ടാണ് ഈ പറയുന്ന മാഗ്നറ്റൈസേഷൻ ഈ ഒരു പർട്ടിക്കുലർ കേസിനകത്ത് സംഭവിക്കുന്നത്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ സെൻട്രൽ കണ്ടക്ടർ ടെക്നിക്കാണ്. സെൻട്രൽ കണ്ടക്ടർ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഈ പറയുന്ന ഫിഗറുണ്ട്. ഇത് പ്രധാനമായിട്ടും മറ്റൊരു ടേമിൽ അറിയപ്പെടും ത്രെഡഡ് ബാർ ടെക്നിക്ക് എന്നും ഇതിനെ അറിയപ്പെടും. ഒരു സവിശേഷത ചോദിച്ചാൽ ഇവിടെയും സർക്കുലർ മാഗ്നറ്റൈസേഷൻ ആണ് ഉണ്ടാകുന്നത്. പിന്നെ ഇത് മോസ്റ്റായിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്കും അഡ്വാൻറ്റേജ് ആയിട്ട് പറയുമ്പോഴത്തേക്കും ഇതിനകത്തും പുറത്തുമുള്ള ഡിഫക്റ്റിനെ അല്ലെങ്കിൽ ഇൻസ്പെക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറയുന്ന ടെക്നിക്ക് നമ്മളെ സഹായിക്കും. പിന്നെ നോർമലായിട്ട് വരുന്ന മറ്റൊരു മെത്തേഡെന്ന് പറയുന്നത് മാഗ്നറ്റ് ഉപയോഗിച്ചുള്ള മാഗ്നറ്റൈസേഷനാണ്. ഇത് ഏറ്റവും വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് മാഗ്നറ്റൈസേഷൻ യൂസിങ് എ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അവസാനമായിട്ട് പറയുമ്പം മാഗ്നറ്റൈസേഷൻ യൂസിങ് യോക്ക് എന്ന് പറയുന്ന മെത്തേഡാണ്. അതിൻ്റെ ഫിഗറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. AC യോക്ക് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ് ഉപയോഗിച്ച് മാഗ്നറ്റൈസ് ചെയ്യുന്ന പർട്ടിക്കുലർ
ഇതാണ് മെത്തേഡാണ് മാഗ്നറ്റൈസേഷൻ യൂസിങ് യോക്ക് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാന പോർഷൻ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷനാണ്. ഇത് നിങ്ങളുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷനുണ്ട്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദിസ് മെത്തേഡ് ടെസ്റ്റ് പാർട്ട് ബിക്കംസ് എ പാർട്ട് ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ട്, ദസ് ബ്രിഡ്ജിങ് ദ പാർട്ട് ബിറ്റ്വീൻ പോൾസ് ഓഫ് എ പെർമനൻറ്റ് മാഗ്നറ്റ്. ഇനി അടുത്തത് കണ്ടിന്യൂസ് ടെസ്റ്റിംഗ് ഓഫ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷനാണ്. അതിനകത്ത് 2 മെത്തേഡാണ് വരുന്നത്. ഒന്ന് ഡ്രൈ കണ്ടിന്യൂസ് മെത്തേഡും വെറ്റ് കണ്ടിന്യൂസ് മെത്തേഡും. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന കാര്യമാണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും അതൊന്ന് പഠിച്ചിരിക്കുക. അടുത്തത് റെസിഡ്യുവൽ ടെക്നിക്ക് ഓഫ് MBA ആണ്. ഇവിടെയും ഡ്രൈ റെസിഡ്യുവലാണ് വരുന്നത്, വെറ്റ് റെസിഡ്യുവലാണ് വരുന്നത്. രണ്ടിനും അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ്. അടുത്തത് സിസ്റ്റം സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന പോർഷനാണ്. സെൻസിറ്റിവിറ്റി ഓഫ് എ MBA പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ലൊക്കേറ്റിംഗ് ദ സ്മോൾ ആൻഡ് സബ്സർഫസ് ക്രാക്ക് ഇൻ ഫെറോമാഗ്നറ്റിക് കമ്പൗണ്ട്. മെനി ഫൈൻ ക്രാക്സ് ഓഫ് സൈസ് ലെസ് ദാൻ 0.02 mm deep can be located using sensitivity of MBA. ഈ MBA എന്ന് പറയുന്ന മെത്തേഡിൻ്റെ സെൻസിറ്റിവിറ്റിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഈ പറയുന്ന ചെറിയ 0.02 mm ഡീപ്പായിട്ടുള്ള സംഭവങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജറായിട്ടുള്ള റോള് വഹിക്കുന്നതാണ്. അതിൻ്റേതായ പോയിൻറ്റുകളും നമ്മളൊന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇനി ചെക്കിംഗ് ഡിവൈസസ് ഇൻ MBA എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്നതായ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ എ കൺസിസ്റ്റൻസി ആൻഡ് ഹൈ ലെവൽ ഓഫ് കൺട്രോൾ ഡ്യൂറിങ് MBA ഇറ്റ് ഈസ് ഹൈലി റെക്കമെൻഡഡ് യൂസ് ടു ചെക്കിംഗ് ഡിവൈസസ്. സം ഓഫ് ദ ഡിവൈസസ് എന്ന് പറയുന്നത് സെറ്റിലിംഗ് ടെസ്റ്റ്, കെറ്റോസ് റിങ്, ഫീൽഡ് ഇൻഡിക്കേറ്റർ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനിലേക്കാണ് നമ്മൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻഡിക്കേഷൻസ് ഓഫ് MBA. നമ്മൾ നോക്കണം ഓരോ ടെസ്റ്റിനകത്തും അതിനകത്ത് കാണിക്കുന്ന ഇൻഡിക്കേഷൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, ഓരോന്നിനും വ്യത്യസ്തമാണ്. കാരണം ഡീപ്പറായിട്ടുള്ള ഓരോ ടെസ്റ്റിംഗ് മെത്തേഡും നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിന് ഡിക്റ്റേറ്റ് ചെയ്യപ്പെടുന്ന, ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന അതിൻ്റെ ഡിഫക്ട്സ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു മെത്തേഡ് പഠിക്കുമ്പോൾ ആ മെത്തേഡിനകത്ത് ഏതൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ, എല്ലാ മെത്തേഡിനകത്തും ഉള്ളതുപോലെ തന്നെ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു പോർഷനും ഇവിടെ വരുന്നുണ്ട്. അവിടെ ഫോൾസ് ഇൻഡിക്കേഷൻസ് ഉണ്ട്, നോൺ റെലവൻറ്റ് ഇൻഡിക്കേഷൻസ് ഉണ്ട്, റെലവൻറ്റ് ഇൻഡിക്കേഷൻസ്. വളരെ പേര് കൊണ്ട് തന്നെ, അതിൻ്റെ തലക്കെട്ട് കൊണ്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട അവസാനത്തെ പോർഷനാണ് അഡ്വാൻറ്റേജസ് ഓഫ് MBAയും ലിമിറ്റേഷൻസും. എല്ലാ മെത്തേഡിനും നമ്മളത് പഠിക്കണം. എല്ലാത്തിനും ഒന്നല്ല എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം. ഏതെങ്കിലും ഒരു മെത്തേഡ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് പഠിച്ചിട്ട് എല്ലാത്തിനും എഴുതാമെന്നുള്ള രീതിയിലുള്ള ഒരു നിഗമനം നമുക്ക് വേണ്ട. നമ്മൾ ആ ടെസ്റ്റിംഗ് മെത്തേഡ് എന്താണെന്നും അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കുക. അതിനകത്ത് ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു മോഡ്യൂളിനകത്ത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു MBA എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മാഗ്നറ്റൈസിങ് മെത്തേഡുകളെ കുറിച്ച് പറഞ്ഞു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഇതിൻ്റെ ഐഡിയ മനസ്സിലാക്കി വെക്കുക, ഫിഗർ മനസ്സിലാക്കി വെക്കുക. ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ സബ്ജക്റ്റാണ്. പക്ഷേ ഈ മെത്തേഡൊക്കെ വളരെ സിമ്പിളാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് നമ്മുടേതായ ഭാഷയിൽ എഴുതി കഴിഞ്ഞാൽ നല്ല മാർക്ക് ഈ പറയുന്ന സബ്ജക്റ്റ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. യാതൊരു സപ്ലിയും ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് ഉണ്ടാകുകയും ഇല്ല.